നാളെ 15 വർഷം പൂർത്തിയാവുന്ന 1200 ബസ്സുകളുടെ കാലാവധി 2 വർഷം കൂടി നീട്ടി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് നൽകിയ കത്തിന് ഒരു പ്രതികരണവും ഇല്ലാതെ വന്നതോടെയാണ് സർക്കാരിന്റെ ഇടപെടൽ. ഇത്രയും ബസ്സുകൾ നിരത്തിൽ നിന്ന് ഒഴിവാക്കിയാലുള്ള ഭവിഷ്യത്ത് കണക്കിലെടുത്താണ് നടപടിയെന്നാണ് വാദമെങ്കിലും ഉത്തരവ് നിയമപരമായി നിലനിൽക്കുമോ എന്ന ആശങ്കയുണ്ട്. പുതിയ ബസ്സുകൾ ഇറക്കാത്തതിനാൽ തന്നെ വലിയ പ്രതിസന്ധിയാണ് KSRTC നേരിടുന്നത്. ഇടത് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 6200 ബസ്സുകളാണ് ഉണ്ടായിരുന്നത്. 5200 ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓടുന്നത് 4000 ബസ്സുകൾ മാത്രമാണ്. ഇതിനിടെയാണ് 15 വർഷം പഴക്കമുള്ള 1200 ബസ്സുകളുടെ കാലാവധി ഈ മാസം 30-ന് തീരുന്നത്. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടപ്രകാരം കാലാവധി കഴിഞ്ഞാൽ ബസ്സുകൾ പൊളിച്ചു മാറ്റണം. ഇത് മുൻകൂട്ടി കണ്ട് പുതിയ ബസ്സുകൾ വാങ്ങാൻ KSRTCക്ക് ബജറ്റ് വിഹിതമായി 92 കോടി രൂപ അനുവദിക്കുമെന്ന് വമ്പൻ പ്രഖ്യാപനം ഉണ്ടായി. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ ബജറ്റ് വിഹിതം എല്ലാ വകുപ്പുകൾക്കും വെട്ടിക്കുറച്ചു. പകുതി പണമെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ KSRTC മാനേജ്മെന്റ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഫയൽ ഇപ്പോഴും ധനകാര്യ വകുപ്പിൽ ഉറക്കത്തിലാണെന്ന് മാത്രം. ബസ്സുകൾ നിരത്തൊഴിഞ്ഞാൽ സർവീസുകളെ ബാധിക്കും. ജനം നട്ടം തിരിയും. ഇതോടെയാണ് 15 വർഷം പിന്നിടുന്ന ബസ്സുകളുടെ കാലാവധി 2 വർഷം കൂടി നീട്ടി നൽകണം എന്നാവശ്യപ്പെട്ട് 2 ആഴ്ച മുൻപ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകിയത്. സർക്കാർ കടുത്ത പ്രതിസന്ധിയിലാണെന്നും പുതിയ ബസ്സുകൾ വാങ്ങാൻ പണമില്ലെന്നുമാണ് കത്തിൽ പറയുന്നത്. 15 വർഷം പിന്നിട്ടെങ്കിലും മിക്ക ബസ്സുകളും നല്ല കണ്ടീഷനിൽ ഉള്ളവയാണ്. അതുകൊണ്ട് കേന്ദ്രം ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനം എടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ ഒരു മറുപടിയും ഉണ്ടായില്ല. ഇതോടെയാണ് പൊതു താൽപര്യം കണക്കിലെടുത്ത് ബസ്സുകളുടെ കാലാവധി 2 വർഷം കൂടി നീട്ടി ഗതാഗത വകുപ്പ് സെക്രട്ടറി ഉത്തരവിറക്കിയത്. കാലാവധി നീട്ടുന്നതിനുള്ള അന്തിമ അധികാരം കേന്ദ്ര സർക്കാരിനാണ് എന്നിരിക്കെ സർക്കാർ ഉത്തരവിന്റെ നിയമസാധുത കോടതി കയറാനും ഇടയുണ്ട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.